കേസ് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പല നടപടികളുണ്ടാകും. സർക്കാരിന് അങ്ങനെ ഇത് പ്രത്യേകിച്ച് ചെടിയുടെ ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു കേസ് ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പല നടപടികളും സ്വീകരിക്കും. മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചിട്ടുള്ള ചില നീക്കങ്ങളാണെന്ന് കരുതുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇതുപോലെയുള്ളൊരു പ്രശ്നങ്ങൾ ലൈവായിട്ട് നിർത്തി അവരുടെ രാഷ്ട്രീയം കളിക്കും. കോഴ ഇടപാടാണ് സർക്കാരിനെ സംബന്ധിച്ച്. സർക്കാർ ഒരു പ്രൈം പ്രോജക്റ്റിലാണ് കോഴ ഇടപാട് വന്നിരിക്കുന്നത്. കോഴ എന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്തല്ലേ ആവുള്ളൂ. അവരേതായ ആരോപണമല്ലേ. വിവരങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശരത്ത്, ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി CPIയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് പറയുവാൻ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ചർച്ചയിലേക്ക് എത്താം. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഈ ലൈഫ് മിഷൻ കോഴക്കേസിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. കേസ് അന്വേഷിക്കേണ്ടെന്ന് പറയുവാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യമാണ് കാനം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അറസ്റ്റിൽ ഇടതുമുന്നണി പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും ഒപ്പം തന്നെ അറസ്റ്റിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നുമാണ് കാനം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം തിരുവനന്തപുരത്തായിരുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ കാനം തള്ളിയിരിക്കുകയാണ്. അത്തരത്തിലൊരു സംശയം ഇല്ല എന്നും ഇതിൽ കേന്ദ്രത്തിന്റെ നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കമാണെന്നും കേന്ദ്രത്തെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് കാനം രാജേന്ദ്രൻ നൽകിയിരിക്കുന്നത്. കേസ് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പല നടപടികളുണ്ടാകും. സർക്കാരിന് അങ്ങനെ ഇത് പ്രത്യേകിച്ച് ചെടിയുടെ ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു കേസ് ഒരു ഏജൻസി അന്വേഷിക്കുകയാണ്. ശരത്തിലേക്ക് പോവുകയാണ്. ശരത്ത്, ഇവിടെ കാനം രാജേന്ദ്രൻ പ്രതികരണം ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. CPIയുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന സംശയമില്ല. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ കടന്നാക്രമിക്കുന്നു അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗീസ്, ശിവശങ്കറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ED നടപടിയെ പൂർണ്ണമായും തള്ളിപ്പറയാതെ ഈ ശിവശങ്കർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിവശങ്കറിന് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും ലഭിക്കില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല എന്നും ഇപ്പോഴത്തെ അറസ്റ്റിൽ രാഷ്ട്രീയമുണ്ടെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നാണ് കാനം രാജേന്ദ്രൻ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല നടപടികളുടെ ഭാഗമാണ്, അതിലൊരു നടപടിയാണ് ഈ അറസ്റ്റ് എന്നും കാനം രാജേന്ദ്രൻ പറയുന്നു. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ പൂർണ്ണമായി പിന്തുണ ഈ ശിവശങ്കറിന് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് കാനത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നിയമപരമായ നടപടികൾ ശിവശങ്കർ നേരിടണം എന്നുള്ള നിലയിൽ തന്നെയാണ് കാനത്തിന്റെ വാക്കുകൾ ഉള്ളത്. അതോടൊപ്പം തന്നെ ശിവശങ്കറിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ ശിവശങ്കറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുമുന്നണി പ്രതിരോധം തീർക്കേണ്ടെന്ന കാര്യമില്ല എന്നാണ് കാനം വിശദീകരിക്കുന്നത്. കാരണം ശിവശങ്കർ ഇടതുമുന്നണിയുടെ ഭാഗമല്ല, അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി ഇടതുമുന്നണി പ്രതിരോധിക്കേണ്ടുന്ന കാര്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കൂടാതെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഈ നടക്കുന്ന അന്വേഷണം അത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കിയാണെന്ന് കരുതാനാകില്ല എന്നും കാനം വിശദീകരിച്ചിട്ടുണ്ട്. ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.